ഗൈസ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണ് അവേ? ഇന്നത്തെ വീഡിയോ മെയിനായിട്ടുള്ള സ്കാനിങ്. ഗൈസ്, ഞങ്ങളിന്ന് കുഞ്ഞോവനെ കാണാൻ വേണ്ടി പോകണല്ലോ അവേ. അപ്പോൾ ഇന്ന് കുഞ്ഞോവനെ കാണാൻ പോകുന്നത് ചിങ്കുടുവിൻ്റെ ആ സമയത്ത് എങ്ങനെയാണോ അതേപോലെ തന്നെ, അതായത് നമുക്ക് കാണുക എന്ന് പറയുമ്പോൾ ഡെലിവറിക്ക് മുമ്പ് കാണുക എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ല, വല്ലാത്തൊരു ഇതായിരിക്കുമല്ലോ. ഞങ്ങൾ ചിങ്കുടുവിൻ്റെ അതിന് ഇതേപോലെ സെയിം തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എങ്ങനെയാണ് ഉള്ളിലെ ആളെങ്ങനെയാണെന്നുള്ള കാണണം എന്നുള്ളൊരു നല്ല ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതേ സെയിം ആണല്ലോ അവ. ഇപ്പോഴും എന്താണ് അവസ്ഥ, അതായത് ഉള്ളിലെ ആളെ എങ്ങനെ ഇരിക്കും കാണാൻ, ആവശ്യത്തെ പോലെയാണ് എന്നെ പോലെയാണെന്നുള്ളൊരു ഇതൊക്കെ. നമ്മൾ ഇവിടെയൊക്കെ എടുക്കുന്ന സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ ഫേസ് ഒന്നും അറിയില്ല, നോർമൽ ഒരു ഇതന്നെയല്ലേ. അതെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിലും വാവച്ചിക്കും കാണും. ഇവിടെ കാണിച്ചില്ലല്ലോ. ഇല്ല, വാവച്ചിക്കും കാണിച്ചു കൊടുക്കില്ല. സ്കാനിങ് കഴിഞ്ഞ് ലാസ്റ്റ് ഇല്ല, അങ്ങനെയുള്ളൂ. പക്ഷെ അവിടെ അങ്ങനെയല്ല. എനിക്കും കാണാൻ പറ്റും, വാവച്ചിക്കും കാണാൻ പറ്റും. നമുക്ക് ലൈവായിട്ട് ഇരുന്ന് കാണാം. അപ്പൊ അത് ഞങ്ങൾ മറ്റേ ചിങ്കുടുവിനെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ അത് ഞങ്ങൾക്ക് നല്ലൊരു ഇതായിട്ട് തോന്നി. ഇവിടെ അതുപോലത്തെ വരണമല്ലോ ശരിക്കും. പറഞ്ഞോ, അത് എല്ലാവർക്കും ഇതുപോലെ ഉള്ള അവിടേക്ക് ലോങ് പോയിട്ട് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അത് വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെയൊന്നും അത് ഇല്ല ഗൈസ്. അപ്പൊ ഇവിടെയൊക്കെ എല്ലാവരും കൊണ്ടുവരണം. അപ്പൊ എല്ലാവർക്കും കുറച്ചുകൂടി സൗകര്യമായിരിക്കും. വല്ലാത്തൊരു ഫീലിങ്സ് ആണ്. അല്ല, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും നമ്മളൊരു ഒപ്പീനിയൻ പറയാലോ. അപ്പൊ എന്താ പറയാ, അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടി പോവാണ്. പോകാൻ വേണ്ടിട്ട് ഇപ്പൊ ചിങ്കുടുവിന്റെ സമയത്ത് സ്കാനിങ്ങിന്റെ ആ ടൈമിലാണെങ്കിലും ഫേസ് അറിയാണെന്നുണ്ടെങ്കിലും കുട്ടി എങ്ങനെയാണ് എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അല്ലേ കാണാൻ വേണ്ടി. അതായത് പറഞ്ഞത് സ്കാനിങ്ങിൽ നമ്മൾ കണ്ടു. അപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് അതേ സെയിം തന്നെയാണോ എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് അതേ സെയിം തന്നെയാണ്. ഞങ്ങൾ ചിങ്കുടിന് ഓൾറെഡി വയറുള്ളപ്പോ തന്നെ ഇതേപോലെ തന്നെ കണ്ടാണല്ലേ. അപ്പൊ ഇപ്പൊ പോണ സമയത്ത് സെയിം അതുപോലെ പുറത്ത് വരുമ്പോഴും സെയിം ഫേസ് തന്നെയായിരുന്നു. ഷേപ്പും കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ പൂമ്പരുതുണ്ട്. പിന്നെ കൂടെ കയറാൻ പറ്റുമല്ലോ ഉള്ളൊരു ഇതുകൊണ്ട് ഒന്നും കൂടെ ഒരു ഹാപ്പി. അതെ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ വാവച്ചിക്കിടക്കം കാണാൻ പറ്റില്ല. ഇത് അവിടെ സമയത്ത് വാവച്ചിക്കും പറ്റും, കാണിച്ചൊക്കെ തരും. പക്ഷെ നമുക്ക് അതൊന്നും വീഡിയോ ആയിട്ട് എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. ചിലതിന് എന്തായാലും ഓരോ റൂൾസ് ഉണ്ടാവും. പക്ഷെ അല്ല, നമുക്ക് കാണുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ചെക്കപ്പ് ഡേയും സ്കാനിങ്ങും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ്. ഒരുമിച്ച് ബുക്ക് ചെയ്തിട്ടാണ് പോണത്. പിന്നെ അതുപോലെ തന്നെ ദിവസമായിട്ട് പോകാൻ പറ്റില്ല. അതെ, അടുപ്പിച്ചിട്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്കാനിങ്ങിന് അവിടെ ഫസ്റ്റ് എത്തണം. അവിടെ 9 മണിക്കാണ് മറ്റേ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കോയമ്പത്തൂരല്ല. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു 1.5 hour ടൈം വേണമല്ലോ അവ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം പറഞ്ഞിട്ട് അമ്മ ഇവിടെ ഇല്ല. അമ്മ 5:30 എണിപ്പിച്ച് വിട്ടു. അമ്മനെ വിളിച്ചെണിപ്പിക്കണം പറഞ്ഞാൽ അമ്മ 5:30 എണിപ്പിച്ച് വിട്ടു. അല്ലേ, തൂക്കില്ല. ചിങ്കിടുമില്ലേ എന്താന്നറിയില്ല, ഉറങ്ങിയ ആളാണ്. പെട്ടെന്ന് മറ്റേ ഇടയ്ക്കിടയ്ക്ക് പാല് കുടിക്കാൻ വേണ്ടി എണീക്കുമല്ലോ. ഉറങ്ങണത് 2 മണിക്ക് 3 മണിക്കാണ്. പെട്ടെന്ന് എണീച്ച് ഞാൻ വായിച്ച് ഫീഡ് ചെയ്യാൻ പോണത് കണ്ട് വരുന്ന സമയത്തുണ്ട് 2 കൂടി നടക്കുന്നത്. എണീറ്റ് മപ്പൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ വിചാരിക്കും. ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ കാറിലല്ലേ, കാറിൽ പോകുമ്പോൾ പിന്നെ ഞങ്ങള് സിനിമയ്ക്കൊക്കെ പോയിട്ട് സിനിമയൊക്കെ പോയിട്ട് അതായത് കൊറേ ആയിട്ട് ഉള്ളൊന്നിന് ഹാപ്പി ആക്കാനൊന്നും പറ്റുന്നില്ല. സിനിമ പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ പോയി ഓരോ സാധനം കിട്ടുമല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ ഗൈസ് നമ്മൾ ചിങ്കുടുവിന് കൊണ്ട് കുറച്ച് സംഭവങ്ങൾ എടുത്തു. പിന്നെ അമ്മ അവിടെ നിന്ന് ബാക്കി ചിങ്കുടുവിന് ഫുഡും ഞങ്ങൾക്ക് എടുക്കുമല്ലോ അവ. പിന്നെ അങ്ങനെ ഞങ്ങൾ ടൈം നോക്കിയിട്ട് തന്നെയാണ് പോണത്. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ പുറത്ത് പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്ക് തന്നെ ടൈം അവൈലബിളും കൂടെ ഉള്ളത് കൊണ്ടില്ലേ. അതെ, അപ്പൊ എന്തായാലും രാവിലെ നേരത്തെ ആയതുകൊണ്ട് പിന്നെ ബ്ലോക്കും കാര്യങ്ങളും അധികം ഉണ്ടാവില്ല. എന്നാലും നമുക്ക് വേഗം ഇറങ്ങാം, സമാധാനത്തിൽ പോവാലോ. അപ്പൊ ഇതാണ്ട ഒരാള് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. ഒരുപാട് നേരത്തെ എണീച്ചു. അല്ല, അമ്മ സ്ഥിരം നേരത്തെ എണീക്കും. പക്ഷെ ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് ഇന്നലെ കൊണ്ടുവിടുന്ന സമയത്ത് 2 മണിയില്ല 1 മണി എന്തോ അതിലോ. അപ്പൊ അതുകൊണ്ട് ഡെയിലി ഇവിടെ വരും. ഞങ്ങൾ രാത്രി ചിങ്കുടിനെ ഉറക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ അമ്മനെ കൊണ്ടുവിടും. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഉറക്കം കുറവാണ്. പിന്നെ ഇവിടെ ഒരാൾക്ക് അമ്മയില്ലാണ്ട് പറ്റില്ല. രാവിലെ എണീച്ചാ തുടങ്ങും പോവാ. അതായത് ചിങ്കുട് ഉറങ്ങുന്നതിന് മുമ്പ് അമ്മ ഇവിടെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ അമ്മനെ വിടാൻ പോണ സമയത്ത് ചിങ്കുട് ഉറങ്ങുക. അപ്പൊ എണീക്കുന്ന സമയത്ത് അമ്മൂമ്മനെ കാണില്ല. അപ്പൊ ചിങ്കുടുവിന് എവിടെ എന്നുള്ളൊരു ഇതാണ് അല്ലേ. അപ്പൊ അതേപോലെയാണ് ഇപ്പൊ
നമ്മളുടെ അമ്മൂമ്മ, അതായത് മുത്തി. മുത്തി വരാൻ തുടങ്ങിയപ്പോഴും അതേപോലെയാണ്. അതെ, അച്ഛന് നല്ല ഇഷ്ടമാണ്. അത് അച്ഛൻ അവിടെ നോക്കിട്ട് നിക്കണ്ട, അത് ഇവിടുന്ന് കാണില്ല, കുറച്ച് ലോങ് ആണ് ഗൈസ്. ആ തുറന്നോളേമ്മ. അച്ഛച്ചി ഇല്ലടാ എവിടെ? ഓ നല്ല മൂഡിൽ അണിച്ചിരിക്കണേ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്താ നമുക്ക് എല്ലാവർക്കും ആക്കിയാ ഉറക്കൂല്ലേ? എത്ര മണിക്ക് തുടങ്ങി? 3 മണിക്കാ? 5 മണിക്ക് അണിച്ചാ? ഓ 3 മണിക്ക് അണിച്ചാ? അപ്പൊ ഉറങ്ങിയില്ലേ? അപ്പൊ ഇനിയിപ്പോ ഉറങ്ങാൻ വണ്ടിയില്ലേ? ചിങ്കടു താരം വന്നിരിക്കണേ, താരം നോക്ക്, എന്താണ് പൊള്ളക്കണ്ണും കാണിച്ചുകൊണ്ടിരിക്കണേ. പാട്ട് വരാണ്ട് ഇങ്ങനെ പാട്ട് വെച്ചിട്ട് പാട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഇരിക്കണം ഉണ്ടാണ്ട് എന്താ ഇങ്ങനെ അടിങ്ങി ഒഴുങ്ങി ആരെങ്കിലും ഇരിക്കും എന്താ പാടാതെ പോവേന്ന് മറ്റേ പാപ്പാട്ടില്ലേ, അത് ഓരോരോ പാട്ടിന്റെ പേര് പറയും. പിന്നെ എന്ത് പാട്ട് വേണം? പിന്നെ പിന്നെ ജാലക്കാരി, പിന്നെ പാട്ടാണ്. പിന്നെ അതാണ് ജിങ്കിച്ച് പറഞ്ഞു. പിന്നെ അത് പാട്ട് വേണ്ടി അതും പറഞ്ഞു. പിന്നെ ഇപ്പൊ ഉറക്കമപ്പിലാണ്, ഇല്ലെങ്കിൽ കുറച്ചുകൂടി തെളിച്ചുണ്ടാവും. അതെ, അതിന് പാട്ട് വെച്ചു നേരത്തെ ആയതുകൊണ്ട് എല്ലാരും ആവുന്നുണ്ടാവുള്ളൂ വിചാരിക്കും. എന്നാലും നോക്കി നോക്കട്ടെ, വെച്ചു കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കിടന്ന് മൊത്തത്തിൽ അലമ്പാക്കും. ഇല്ല പാവണോ പറ വെച്ചു തെറ്റേ. നല്ല സോപ്പിടലാണ്. അപ്പൊ ഞങ്ങളൊരു ഹോട്ടലിൽ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ കയറിയിട്ടാണ്. 2-3 ഹോട്ടൽ നോക്കി, വരുന്ന വഴിക്കൊക്കെ ക്ലോസ്ഡ് ആണ്. രാവിലെ നേരത്തെ ആയതുകൊണ്ടാണ്, അതുകൊണ്ട് കുറച്ച് ടാസ്ക് ആയിരുന്നല്ലോ. ഇവിടെ ഒരാളില്ലേ ഇത്ര നേരം ഇരുന്ന് ഉറങ്ങും, ഒന്നും ഉണ്ടല്ലോ, അങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ആടുക. എന്ത് വേണം? എന്ത് വേണം? എന്ത് കഴിക്കാൻ വേണ്ടി? உறக்கப்பான கைஸ் அதிகாலை எந்திரிச்சு நாங்கள் சாப்பிட வந்திருக்கோம். ബാഗിൽ കണ്ട മഞ്ഞ് പോലെ എപ്പോഴും തമിഴ്നാട് പോകുന്നത് തമിഴേ സംസാരിക്കുള്ളൂ. ഇവിടത്തെ അവിടെ എത്ര പേരും അവിടുന്ന് അല്ല അവിടെ നിങ്ങളുടെ എത്ര പേരെയും സംസാരിച്ചോണ്ടിരിക്കട്ടെ. ആദ്യമായിട്ട് ഒരു ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നോർമലാവുള്ളൂ. സെറ്റ് ആവണ്ടേ? ഞാനാണ് അവിടെ പോയേ മുക്കു എണ്ണേന്ന് ചൊല്ലിട്ട് അപ്പൊ എന്നത്തെയും പോലെ തന്നെ വീട്ടിലെ ഇഡ്ഡലിയാണ് കഴിക്കുക. ഇവിടെ വന്നാലും ഇഡ്ഡലി വിട്ട് കളിയില്ല. എനിക്കിത് താല്പര്യം ഇല്ലായിരുന്നു, പിന്നെ ചിങ്കുടിന് കൊടുക്കണം. ഞാൻ വേറെ മേടിച്ച് ചിങ്കുടും അത് വേണം പറയും. അയ്യോ, അപ്പൊ പിന്നെ എന്നെയും എടുത്ത് കൊടുക്കാലോ. ഞാനത് കഴിക്കുമ്പോ അത് വേണം പറയില്ലേ. അപ്പൊ ബേബിക്ക് ഇഡ്ഡലി, എനിക്ക് ഇഡ്ഡലി, അമ്മ മാത്രം മാറ്റി പിടിച്ചു. ഇല്ലമ്മ ആപ്പം തട്ടിക്കോ. ചിങ്കിടു ഉറങ്ങിയിട്ടില്ല, അങ്ങനെ ഇരുന്നല്ലോ. ചിങ്കിടുമാ തട്ടിക്കോ. എന്നിട്ട് അമ്മ പറയുന്നത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. സമയം 7:38. ഞങ്ങൾക്ക് 9 മണിക്കാണ് സ്കാനിങ്ങിന്റെ ടൈം. കടലമുട്ടായി. ഓക്കെ, ഇവിടെ ഒരാൾ കടലമുട്ടായി കഴിച്ചോണ്ടിരിക്കുന്നു. അവർക്ക് മേടിച്ചു കൊടുക്കാണ്ട് സമാധാനവും ഇല്ല. അപ്പോൾ 9 മണിക്ക് അവിടെ എത്തണം കേട്ടോ. അപ്പോൾ 1.5 മണിക്കൂർ ട്രാവലിംഗ് ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ അധികം ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാവില്ല, പെട്ടെന്ന് എത്തണം. അങ്ങനെ ഫുഡും കാര്യങ്ങളും കഴിച്ചുകൊണ്ട് കുറച്ച് കുഴപ്പമില്ല, സമാധാനം ഉണ്ടാവും. നമുക്ക് നേരെ സ്കാനിങ് സെന്ററിലേക്ക് പോവാം ഗൈസ്. കറക്റ്റ് 9:03 എന്തോ ആയതും ഇവിടെ സ്കാനിങ് സെന്ററിൽ എത്തിയിട്ടാണ്. ഞാനത് ഫയലും കാര്യങ്ങളും എല്ലാവരും പിടിച്ചിട്ട് ചിങ്കിട് ഉറങ്ങി. അപ്പം അമ്മനെ എടുക്കാൻ വേണ്ടി വിളിച്ചേ, അത് എണീറ്റ് എന്താ ചിങ്കിടിൻ്റെ അടുത്ത് ഞങ്ങൾ സ്കാനിങ് സെന്റർ എത്തി. ഇനിയിപ്പോൾ മേലെ പോലെ പിടിക്കാത് മേലെ പോയിട്ട് ഇന്ന് എന്തോ കറക്റ്റ് ടൈമില്ല, വലിയ വ്യത്യാസമില്ല, ചെറിയൊരു 2-3 മിനിറ്റ് വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് പോയിട്ട് കരയോന്നല്ലേ. ഞങ്ങൾ ഓൾറെഡി വന്നതുകൊണ്ട് നമുക്ക് സ്ഥലം അറിയാം.
സ്റ്റെയർ ഉണ്ട്, അതിൽ പോണാ? ഏറ്റവും മേലെ എത്തണം കേട്ടോ. ഏറ്റവും ടോപ്പിലാണോ? അത് ഓർമ്മയില്ല. നോട്ടെ ലിഫ്റ്റിൽ കയറിയ ചിങ്ങടൂരിനൊരു പേടിയാണ് കേട്ടോ എപ്പോഴും. ഇന്നിപ്പോൾ എന്താ അവസ്ഥ അറിയില്ല. താൻ ഇങ്ങനെ നിൽക്കണം പോവല്ലേ? ചിങ്ങടൂരിനെ ഇവിടെ കണ്ടത്. എത്തിയിട്ടാ. ഇപ്പോൾ ഇവിടെ ചെരുപ്പും ഞാനതൊന്ന് അയച്ചു വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി പറയണം. കാരണം അവിടെ തന്നെ അവർ തന്നെ ബുക്ക് ചെയ്താണല്ലോ, നമ്മൾ ബുക്ക് ചെയ്തല്ലോ. അപ്പോൾ അവരടുത്ത് പറയണം. ഞങ്ങൾ ഈ സമയത്ത് നല്ല ടൈമാവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീറ്റിംഗ് ആണ്, ഞങ്ങൾ കാണാൻ പോവല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരിത് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ആൾ കാണാനില്ല. ഞങ്ങളാണ് ഫസ്റ്റ് കേട്ടാ. ഫസ്റ്റ് വെച്ച് ഓൾറെഡി ഞങ്ങൾ സമയത്ത് നല്ല ടൈമാവും പറഞ്ഞത്. പിന്നെ അവരെന്നെ വിളിച്ച് ഡയറക്റ്റ് ബുക്ക് ചെയ്ത് ഫസ്റ്റ് എടുത്ത് തന്നാണ് അപ്പോയിൻമെൻറ്റ്. നമുക്ക് അവിടെ ലോങ് വരുന്നല്ലേ. അഡ്രസ്സ് ഞങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം ഗൈസ്. നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ വരികയല്ലേ, ഫസ്റ്റ് ചിങ്ങ ടൈമിൽ ഇവിടെ തന്നെ. അതിന് ശേഷം ഇപ്പോഴത് നമ്മൾ വരുന്നത്. ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം ഗൈസ്. അപ്പോൾ ഫില്ലപ്പൊക്കെ ചെയ്തിട്ട് വാച്ചിനടുത്ത് വാഷ്റൂം പോകാൻ പറഞ്ഞു. അപ്പോൾ പോയിട്ട് യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് വരണം. നമ്മൾ സ്കാനിങ് എടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ എന്നിട്ട് പിന്നെ ഞങ്ങൾ ഉള്ളിൽ പോവാം. കുഞ്ഞോനെ കാണാൻ പോവാ. കാണിച്ചു ചേട്ടാ കുട്ടിക്ക്. ഗൈസ് ഫസ്റ്റ് എണിച്ചപ്പോൾ മപ്പുണ്ടായില്ല. ഇപ്പോൾ എണിച്ച നമുക്ക് കുറച്ച് മപ്പുണ്ട്. കുഞ്ഞോനെ കാണിച്ചു ചേട്ടാ കുട്ടിക്ക്. അമ്മ ചൂച്ചു വയ്ക്കാൻ പോയി ഇപ്പോൾ വരും കേട്ടാ. അപ്പോൾ നമുക്ക് കുഞ്ഞോനെ കാണാം. ഓക്കെ ഗൈസ്. ഒരാൾ ഇത്ര നേരം കുഴപ്പമില്ല. ഇപ്പോൾ കുംഭാവനെ കാണണം പറഞ്ഞിട്ട് അടി ഉണ്ടാക്കുകയാണ്. ആരെയും കണ്ടു കുട്ടിക്ക്? ഫോട്ടോ എടുക്കണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ സ്കാനിങ് കാര്യങ്ങളൊക്കെ എടുത്തല്ലോ അവേ. ഞങ്ങൾ നല്ല പ്രതീക്ഷയോടെ ഉള്ളിൽ പോയത്. പക്ഷേ നമ്മൾ മുമ്പ് വന്ന സമയത്ത് ചിങ്ങടൂരിൻ്റെ സമയത്ത് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് ഡിലേ ആയതുകൊണ്ട് തന്നെ, ഇത് വീക്സ് കുറച്ച് ഡിലേ ആയതുകൊണ്ട് തന്നെ. കുടിച്ചോ. ചിങ്ങടൂർ വെള്ളം കുടിക്കാൻ കേട്ടാ. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞില്ല. എന്നാലും ചെറിയ രീതിയിലൊന്നും കിട്ടിയില്ല അവേ. ചിങ്ങടൂരിന് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടിയില്ല. അതെ. അപ്പം എന്നാലും കുഴപ്പമില്ല, കിട്ടുന്നില്ല. അതാണ്. എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ എന്നാലും ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡോക്ടറെ കാണാൻ പോലെ അവ. ഇവിടെ ഒരാളില്ലേ, ഫസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ട് എണിച്ചില്ലേ, അതിൽ ഭയങ്കര ഇടങ്ങേറായി അയാൾ. പിന്നെന്താണ്? വെള്ളം കുടിച്ചാ? ഗുഡ് ഗേൾ. കണ്ടാ? ഒരു ടൈം കഴിഞ്ഞ് എന്നെ അമ്മനെയും പുറത്തു പോകാൻ പറഞ്ഞിട്ട് അമ്മനെയും കയറ്റിയിട്ട് പ്രാവശ്യം. അപ്പോൾ പുറത്തു പോകാൻ പറഞ്ഞതിന് ശേഷം ചിങ്ങട് ഉള്ളിൽ പോകണം കാണണം പറഞ്ഞിട്ട് ഒരേ വാശി. എങ്ങനെയൊക്കെ ഒതുക്കി ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഡോക്ടറിനെ കാണാൻ പോവാം ഗൈസ്. ഹോസ്പിറ്റലിലെത്തി. ഞങ്ങൾ എത്ര നേരം ചർച്ചയിലിരുന്നു. അതിനെ പോലെ ചിങ്ങട് ഇവിടെ ഡ്രസ്സൊക്കെ മാറ്റി ചെരുപ്പൊക്കെ ഇട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇവിടെ ഓൾറെഡി ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് ബുക്ക് ചെയ്തിട്ട് കയറേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അപ്പം എന്തായാലും നമുക്ക് വേഗം ഉള്ളിലേക്ക് പോവാം. അങ്ങനെ കാത്തിരുന്ന് ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങി അല്ലേ. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഡോക്ടർ വരാൻ ടൈമായി. പക്ഷെ എന്നാലും ആദ്യത്തെ അത്രയും കുഴപ്പമില്ലല്ലോ. അവ സിംഗിളോടെ ബാക്കിൽ പൊരിഞ്ഞ പണക്കത്തിലാണ് ഗൈസ്. എന്ത് പഞ്ഞേ? വായി, അതായത് ബാക്കിൽ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വായി നിറഞ്ഞ് കിട്ടിയില്ല എന്നുകൊണ്ട് കംപ്ലൈൻറ്റ് പറയുന്നത്. അതങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫുഡിനൊരു രുചി കൂടുതലാണ്. അതങ്ങനെ കഴിക്കുന്നവർക്ക് അറിയാട്ടോ. അതുകൊണ്ട് അതിനാണ് അടിയിലായിക്കൊണ്ടിരിക്കുന്നത്. വായി പറയുന്നത്. കഴിക്കും പഞ്ഞോ? ഒറ്റയ്ക്ക് പേടിച്ച് കഴിക്കണം എന്ന്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഡോക്ടറിനോട് കാണിക്കണ്ടല്ലോ. അതും കൂടി കാണിച്ചു കഴിഞ്ഞാൽ നേരെ പോവാം. ഇപ്പോൾ നമ്മൾ നേരത്തെ വന്നുകൊണ്ട് ഇപ്പോൾ സമയം 11:56 ആയിട്ടുള്ളൂ. ഇനി അവിടെയും കൂടി കാണിച്ചാൽ വേഗം പോകും. പിന്നെ ഇപ്പോൾ വാവച്ചിക്ക് നല്ല വിശപ്പ്, എന്തെങ്കിലും കഴിക്കണം. പോണ വഴി എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ട് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ. അന്ന് വന്ന് അതേ സെയിം കടയിൽ തന്നെ വന്നു. കാരണം അവിടെ ഞങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു. ഇവിടെ പപ്പടം കഴിക്കേ, പരിപ്പ് അണ്ടിപ്പരിപ്പ് കഴിക്കുന്നു അവിടെ. അപ്പോൾ ഇലയൊക്കെ ഇട്ടു കേട്ടാ. അപ്പോൾ അമ്മയും വായിച്ച് 2 മീൽസ് പറഞ്ഞു. എനിക്ക് ബിരിയാണി പറഞ്ഞു. എനിക്കവിടെ ബിരിയാണി നല്ല ഇഷ്ടപ്പെട്ടു. അതെ. 12:15 ആയിട്ടുള്ളൂ. നമ്മൾ കഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെയും കാണിച്ച് നേരെ നമുക്ക് പാലക്കാട് വിടാമല്ലോ.
ഇന്ന് കറക്റ്റാണ് കേട്ടോ ടൈമിങ് വിചാരിച്ച പോലെ പോണത്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എന്താ അവസ്ഥ എന്നറിയില്ല. കാരണം ഇവിടെ ഇപ്പോൾ ദീപാവലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ അവസ്ഥ, നമുക്ക് 12:30 ഇവിടെ അപ്പോയിൻമെൻറ്റ്. പിന്നെ ദീപാവലി ആവണ സമയത്ത് ഞങ്ങൾ ഇവിടെ ആയിരുന്നു. അല്ലല്ല, കഴിഞ്ഞതിൽ ദീപാവലി ലേറ്റ് ആയിട്ടായിരുന്നു, നവംബറിലായിരുന്നു. അതിന് കഴിഞ്ഞ ദീപാവലി ഞാൻ ഉദ്ദേശിച്ചതാണ്. അതായത് ഇപ്രാവശ്യം ദീപാവലി നേരത്തെ അല്ലേ, നേരത്തെ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ചിങ്കുടുവിൻ്റെ ആ ഡെലിവറി സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഇവിടെ പടക്കം പൊട്ടിക്കലും ഒക്കെ മേലിരുന്ന് കാണും. പൊതുവെ അറിയാലോ, അപ്പൊ എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ അറിയാം സ്വീറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അല്ല അത് ശരിയാണ്, ഞങ്ങൾ അന്ന് മേടിച്ച സമയത്ത് കുറേ മിക്സറൊക്കെ 2 കിലോനൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പോൾ എന്താ പറയുക, അത് ഞങ്ങൾ ഇപ്രാവശ്യം ദീപാവലി എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ ചിങ്കുവിൻ്റെ ആ സമയത്താണുള്ളതാണ് ആലോചിച്ചിട്ട്. കാരണം ഞങ്ങൾ ആ ടൈമിൽ ആ ഹോസ്പിറ്റലിൻ്റെ മേലെ നിന്നിട്ട് ഇങ്ങനെ മൊത്തം നോക്കലും പിടിക്കലായിരുന്നില്ലേ. അപ്പോൾ കേസ് ഇനിയിപ്പോൾ ഇതാ ഇത് കൊടുക്കുക. പിന്നെ ദീപാവലി കാണിച്ചു കൊടുത്തത് ജീരകമുട്ടായി. ജീരകമുട്ടായി എന്തിനാണെന്ന് അറിയോ? മറ്റേ സ്വീറ്റ് ജീരകം നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ കിട്ടില്ല, ആ സ്വീറ്റ് ജീരകത്തിന് പറയുന്നത്. കൊടുക്കുക, അമ്മനെ ഒരു അടി കൊടുക്കും, ഒരു അടി കൊടുക്കും അമ്മനെ. ഇപ്പൊ മറ്റേ ക്യാഷ് കഴിച്ചോണ്ടിരിക്കുന്ന കേട്ടാ. നോക്കടാ കേസ് വീഡിയോ ഉണ്ടെങ്കിൽ പപ്പടം കഴിക്കാം. കേസ് ഇവിടെ ഫുഡൊക്കെ വന്ന് കഴിക്കൽ തുടങ്ങിയിട്ടാ. എന്താ ഞാൻ ബിരിയാണി തന്നെ പറഞ്ഞു. ഞങ്ങൾ വരുന്ന സമയത്ത് രാവിലെ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ അവിടെ നിന്ന് പാർസൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഭൂരി. അപ്പോൾ ചിമ്പടിയിൽ നിന്ന് കഴിച്ചില്ല, അതെ അപ്പോൾ ഇറങ്ങിയപ്പോൾ കഴിച്ചു. അപ്പോൾ അതുകൊണ്ടാണെന്ന് അറിയില്ല, ആദ്യം ചോറ് വേണ്ട നമുക്ക് പപ്പടം കഴിക്കാൻ. അമ്മ വീട്ടിൽ നിന്ന് വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ചോറുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങ് കാര്യങ്ങളെല്ലാം നമ്മൾ സേഫ്റ്റി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഗൈസ്, അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ചിരുന്നത് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അപ്പോൾ കുറേ നേരം സംസാരിച്ചതിന് ശേഷം ആ ഡോക്ടർ വയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ബേബി എങ്ങനെ കിടക്കണമെന്ന് നോക്കണം. ഞാനും ചിങ്ങടും ഇവിടെ നിന്ന് നോക്കട്ടെ. ചിങ്ങടുനാണെന്നുണ്ടെങ്കിൽ വയറിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞോനെ കാണണം എന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെ ആളും കുറച്ച് സീരിയസ് ആയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാർട്ട് ബീറ്റൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് വാച്ച് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ അവിടെ കാണിച്ചിട്ട് തിരിച്ച് വീടെത്തിയില്ല. വരുന്ന വഴി വീഡിയോ കാണാൻ എടുക്കാൻ പറ്റില്ല ഗൈസ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാവച്ചിയും ചിങ്കുടും അമ്മയും 3 ഓർമ്മി. പിന്നെ ഞങ്ങൾ നേരെ കണ്ട് വന്നു. ഇടയിൽ നിർത്ത ഫുഡും ഞാനൊന്നും കഴിച്ചില്ല, ഉറങ്ങിയിട്ടില്ല. അതായത് ടൈം കിട്ടി. അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അമ്മ നേരത്തെ എണിച്ചു, ഫുഡും ഞാനും വയ്ക്കാൻ വേണ്ടി നേരത്തെ എണിച്ചു. എന്താണ് അച്ചാറാ കേട്ടാ. അതായത് അമ്മ ഫുഡും കാര്യങ്ങളും വയ്ക്കാൻ വേണ്ടി നേരത്തെ എണീറ്റു. പിന്നെ വാവിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വാവിച്ച് ഉറങ്ങിയിട്ടുമില്ല. നേരെ അമ്മൂമ്മേൻ്റെ അടുത്ത് പോയി ചോദിക്കും, പോയിക്കോ. അമ്മൂമ്മേൻ്റെ അടുത്ത് പോയി ചോദിക്കും. അവിടെ ഉണ്ട് അമ്മൂമ്മ അടുക്കളയിലുണ്ട്, പോയി ചോദിച്ചിട്ട് വാ. അമ്മ തരും, ഇപ്പം തരാം. കുട്ടി അമ്മൂമ്മേൻ്റെ അടുത്ത് പോയി, അമ്മൂമ്മേൻ്റെ അടുത്ത് ഓടിപ്പോ. അമ്മൂമ്മേൻ്റെ ചോദിക്കും, ഓടിപ്പോയിക്കോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാവച്ചിക്ക് നേരെ ഉറക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ ഞാനാണ് കുറച്ച് ഉറങ്ങി. ഞാൻ ഉറങ്ങിയോണ്ട് കുറച്ച് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വണ്ടി ഓടിച്ച് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അങ്ങനെ വീടെത്തി ഫുഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ മേടിച്ചിട്ട് വന്നു. അപ്പോൾ നമ്മളവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് സ്കാനിങ്ങിൽ വന്നിട്ട് കുട്ടീനെ നമുക്ക് വിചാരിച്ച പോലെ ഒന്നും കാണാനും കാര്യങ്ങളും പറ്റില്ലല്ലോ. കണ്ണ് കണ്ടു, അതുപോലെ മൂക്കും ചെറുതായിട്ട് കണ്ടു, പക്ഷെ എന്തായാലും ക്ലിയർ ആയിട്ട് ഒരു മിന്നായം പോലെ ഇങ്ങനെ പോയി. ചിങ്കുടുവിന്റെ ടൈമിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആളിനെ കിട്ടി. ആളിനെ കിട്ടിയ കറക്റ്റ് അവൾ ഉറങ്ങിയിട്ട് അങ്ങനെ വെക്കണ ഒരു പക്ഷെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടി. പക്ഷെ ഇപ്പോഴത്തെ കുട്ടിക്ക് എന്താ പ്രശ്നം ചോദിച്ചാ തിരിഞ്ഞിട്ടില്ല. അതാണ് ഡോക്ടർ പറഞ്ഞത്. റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ടില്ല. നോർമലി ഈ ഒരു ടൈമിൽ റൊട്ടേറ്റ് ചെയ്ത് വരേണ്ടതാണ്, പക്ഷെ വന്നിട്ടില്ല. പക്ഷെ ചിലർക്ക് വരാറില്ല എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു. മുകളിലും തല കുറച്ച്, അതായത് ചെവിന്റെ അവിടെ ഇങ്ങനെ ചുരുണ്ട് കിടക്കുക, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അല്ല, ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ടെന്നാണ്. പക്ഷെ എന്നാലും ഞങ്ങൾക്കൊരു ചെറിയ ഇതുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് തിരിഞ്ഞു വന്നാലല്ലേ നോർമൽ ഡെലിവറി ആവുള്ളൂ അവ. പക്ഷെ നമുക്ക് നോക്കാം, എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പൊ അവരും എന്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് വാവച്ചിക്ക് കുറച്ച് കൂടുതൽ എക്സസൈസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ കിട്ടിയിരുന്നു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ചുള്ളൂ അല്ലേ, ലിമിറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഒരാഴ്ച കണ്ടിന്യൂ നിർത്താതെ
അത് അടുത്ത 1 വീക്കാണ് എക്സസൈസ് തന്നിരിക്കണതല്ലേ ബേബി? അതായത് 1 വീക്ക് തന്നു. വേറൊരു സങ്കടമുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസും കാര്യങ്ങളും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ പറഞ്ഞില്ല. ചിങ്കുവിൻ്റെ ടൈമിൽ ഡെയിലി എത്ര ഡാൻസ് കളിക്കാൻ പറ്റും അത്രയും ഡാൻസ് കളിച്ചോന്നാണ് പറഞ്ഞിരുന്നത്. ഇത് ഡാൻസ് കളിക്കണ്ടെന്ന് പറഞ്ഞത് വേറെ കുഴപ്പമുള്ളത് കൊണ്ടല്ല, അവർ എക്സസൈസ് തന്നു വന്നിട്ട് കുട്ടി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഡാൻസ് പറയുമ്പോൾ വേറൊരു ടൈപ്പിൽ പോയില്ലേ, അപ്പോൾ എക്സസൈസ് എല്ലാം കൂടി മിക്സ് ആവുന്ന ടൈമിൽ അല്ല എക്സസൈസ് എല്ലാം കൂടി മിക്സ് ആവുന്ന ടൈമിൽ നമുക്ക് ചിലപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്ത് വരണമെന്നില്ല. അപ്പോൾ ഡാൻസ് കളിക്കേണ്ട ഒരാഴ്ചക്ക് പറഞ്ഞു. പിന്നെ മെയിനായിട്ട് ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിൻ്റെ അടുത്ത് പണിയെടുക്കണ്ടെന്ന് പറഞ്ഞു ഗൈസ്. ഒരാഴ്ച പണിയെടുക്കണം. അതായത് ആവശ്യമൊന്നും പണിയൊന്നും എടുപ്പിക്കാറില്ല. അപ്പോൾ ഡോക്ടർക്ക് അറിയില്ലല്ലോ അത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ സമയത്ത് ഗൈസ് അപ്പോൾ എന്താ പറയുക, ഒരാഴ്ച അതായത് പണിയൊന്നും എടുക്കണ്ട, ഫുൾ ടൈം എക്സസൈസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞു അല്ലേ. റീൽസ് കാര്യങ്ങളൊക്കെ ഡാൻസ് ആയിട്ടൊന്നും ഇപ്പൊ കുറച്ചായിട്ടുണ്ടാവും. ഞങ്ങൾ കുറച്ച് ഇഷ്യൂ ഒന്നുമില്ല, കുട്ടി റൊട്ടേറ്റ് ചെയ്ത് വരാൻ. അതായത് ആ എക്സസൈസും ഇതും കൂടി ആവുന്ന സമയത്ത് ആ എക്സസൈസിന് ഫലം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരാഴ്ച നോക്കാം. ഞങ്ങൾക്ക് എന്തായാലും തിരിഞ്ഞു വരാത്തതിൻ്റെ ഒരു ചെറിയ ഇതുണ്ട്, എന്നാലും നമുക്ക് നോക്കാം. ഡോക്ടർ പറഞ്ഞ പേടിക്കൊന്നും വേണ്ട, നമുക്ക് തിരിച്ചെടുക്കാൻ തന്നെയാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ എക്സസൈസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. ചിങ്കുവിനെയൊക്കെ ഞങ്ങൾ മുമ്പേ അവർ ഓൾറെഡി തന്നതുകൊണ്ടല്ലോ, പക്ഷെ ഇത്രയൊന്നുമില്ല, പക്ഷെ കുറച്ച് കൂടുതലുണ്ട്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ എക്സസൈസുകൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ടയേർഡായതല്ലേ, അതുകൊണ്ട് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നത്. എന്തായാലും തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ആവശ്യക്ക് ബുദ്ധിമുട്ടുകൾ കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഞങ്ങൾ വീഡിയോ ഇടാം, പക്ഷെ അത് നിങ്ങളാരും ചെയ്യരുതിട്ടോ, കാരണം എനിക്ക് തന്നതാണ്. ഓരോരുത്തർക്കും ഓരോരോ ഇതായിരിക്കുമല്ലോ. അതെ, അതായത് നിങ്ങളുടെ ഡോക്ടർ എന്താണോ പറയുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുക. പിന്നെ നോർമൽ നമ്മളുടെ ഇവിടെ എക്സസൈസ് കാര്യങ്ങളൊന്നും അങ്ങനെ തരാറില്ലല്ലോ. ഇത് നമുക്ക് പ്രഗ്നൻസിയിൽ മാത്രം കോൺസെൻട്രേറ്റ് കൊടുക്കുന്നതുകൊണ്ട് അവരെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഈ 1 വീക്ക് നല്ലപോലെ പറ്റണ പോലെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ പോയിട്ട് നോക്കണം, റൊട്ടേറ്റ് ചെയ്ത് വരണം. കാരണം അത് വായിച്ചിന് ഹാർഡ് വർക്ക് ചെയ്യണം. എനിക്കും ചെയ്ത് കൊടുക്കാനുള്ളതുണ്ട്. ഇനി അധികം ടൈമില്ല ഗൈസ്, ടൈമില്ലാതെ പെട്ടെന്ന് പോടൂലേ. അപ്പം എന്തായാലും നോക്കാം, നമുക്ക് 1 വീക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു 1 വീക്ക് കഴിഞ്ഞ് അവിടെ പോയി എന്താണെന്ന് അറിയുന്ന ഒരു ചെറിയ ടെൻഷൻ. സ്റ്റെപ്പ് കയറണ്ട, പണി ചെയ്യണ്ട. കഴിച്ചോ ഗൈസ്. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എക്സസൈസിന് എടുക്കാൻ പറ്റുന്നത് എന്തായാലും എടുക്കാട്ടാ. ടാറ്റ പറ നാളെ ഗൈസ്. അപ്പം എന്തായാലും നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ പറ കുഞ്ഞോ. ബൈ.